ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആയിരക്കണക്കിന് വരുന്ന അംഗങ്ങൾ അണിനിരക്കുന്ന വയനാട് മെമ്പേഴ്സ് മീറ്റപ്പ് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുകയാണ്. BLM ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത്. BLM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റ്. വന്നതിന് ഭയങ്കര ഹാപ്പിയാണ്. സഹകരണ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ്. BLM ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിച്ചു. ചെയർമാൻ ഞങ്ങൾ നല്ലൊരു ദൈവതുല്യനായ ഒരു വ്യക്തിയാണ്. കാഴ്ചകളുടെ സ്വർഗം ഒരുക്കുന്നയിടം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുമ്പോൾ കാടും മലകളും പുഴകളും താഴ്വാരങ്ങളുമൊക്കെയായി ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടം. ചുരങ്ങൾ കയറി ഇറങ്ങി മാത്രം എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലം. അതെ, ചുരം കയറി ഞാൻ എത്തിയിരിക്കുന്നത് വയനാടിൻ്റെ വളക്കൂറുള്ള മണ്ണിലാണ്. ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായ BLM, അതായത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആയിരക്കണക്കിന് വരുന്ന അംഗങ്ങൾ അണിനിരക്കുന്ന വയനാട് മെമ്പേഴ്സ് മീറ്റപ്പ് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുകയാണ്. ഇതിൻ്റെ മുൻവശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. 21 വർഷമായി ജാഗ്രതയായിട്ട് ഇന്ന് ഇത്രയും ആസ്തി വളർത്തി ഒരു നിക്ഷേപകർക്ക് പോലും പൈസ സമയത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ലാതെ എല്ലാവർക്കും കൃത്യം സമയത്ത് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് BLM എന്ന് മാത്രമാണ് ധൈര്യമായിട്ട് പറയാൻ പറ്റും. സുഹൃത്തുക്കളെ, എവിടെ നെഞ്ചു നിമിർത്തി നിങ്ങൾക്ക് സംസാരിക്കാം. കാരണം ഇന്ന് ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, സിമെൻറ്റ് ഫാക്ടറി ആയിക്കോട്ടെ, നമ്മളെ ബയോഗ്യാസ് ആയിക്കോട്ടെ, നമ്മളെ എല്ലാ രീതിയിലും മുൻപന്തിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന 26 പ്രോജക്റ്റ് സബ്സിഡിയറി കമ്പനിയും ഇനി മുൻപന്തിയിലാണ്. സുഹൃത്തുക്കളെ, ലാഭം മാത്രമല്ല, നമ്മളെ എല്ലാ BLMൻ്റെ കുടുംബത്തിന് വേണ്ടി സേഫ്റ്റി വരെയും ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളാണ് മുൻപന്തിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. முதல்ல சேர்மனுக்கும் ஒரு நன்றி പറയും. നിങ്ങൾ എല്ലാവരും ചെയർമനെ കാണാൻ വന്നത് വളരെ സന്തോഷം. അതവിട ഒരു കൂടുതൽ സന്തോഷം, ചെയർമൻ കയ്യിലെ ഗിഫ്റ്റ് വാക്കാൻ അച്ചീവ് ചെയ്ത എല്ലാവരും ഗിഫ്റ്റ് വാക്കാൻ ഇവിടെ എത്തിയത് വളരെ സന്തോഷം. വയനാട് മെമ്പേഴ്സ് മീറ്റിൻ്റെ നിറസാന്നിധ്യം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. നമ്മുടെ ചെയർമാൻ എപ്പോഴും പറയാറുള്ളതാണ്, സ്ത്രീകളാണ്, നാരീശക്തികളാണ് BLMൻ്റെ നെടുംതൂൺ എന്നുള്ളത്. അവർ നിരന്തരം രാപ്പകൽ BLMന് വേണ്ടി അധ്വാനിക്കുന്ന കുറേ അധികം ചേച്ചിമാരിപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. ചോദിച്ചേക്കാം, പേരെന്താണ് ചേച്ചിമാർ? അനീസ്, സിന്ധു, സൗസ്യ. എല്ലാവർക്കും ഒരു നാട്ടിൽ നിന്നാണ് വരുന്നത്. കൽപ്പറ്റ ബത്തേരി ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം? എങ്ങനെ ഉണ്ടായിരുന്നു മെമ്പേഴ്സ് മീറ്റ്? കളറായോ? നല്ലതായിരുന്നു. എന്താണ് ഇപ്പൊ BLMനെ പറ്റി ഒരു ഒറ്റ വാക്കി പറയാൻ പറഞ്ഞ എന്ത് പറയും? BLM ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത്. നല്ലതാണ്. എന്താണ് BLM കാരനാണ് ഞങ്ങൾ ഇത്രയും ഉയർന്നത്. ഓക്കെ, BLMനെ പറ്റി പറഞ്ഞു. ഇനി ചെയർമാനെ പറ്റി ചോദിക്കാൻ എന്തായിരിക്കും പറയാനുള്ളത്? ഒരു വാക്ക്, ഒറ്റ വാക്ക്. ചെയർമാൻ ഞങ്ങൾ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇത്രയും ലക്ഷങ്ങൾക്ക് ഒരു അന്നം ഉണ്ടാക്കി കൊടുത്ത ചെയർമാൻ സാറിനെ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. ചെയർമാനാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നല്ലൊരു സാറാണ്. ഞങ്ങളെ നെടുന്തൂണായി മുന്നോട്ട് പോകുന്നു. ഒരു ദൈവതുല്യൻ, അത് തന്നെ പറയാം. ഓക്കെ, അപ്പൊ എത്ര വർഷമായി ചേച്ചിമാർ BLMലൊക്കെ വർക്ക് ചെയ്യാൻ? 3 വർഷം. അപ്പം എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എല്ലാവരും സെറ്റിലായോ? BLM വന്നതിന് ശേഷം സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊരു 4 മാസം ആയിട്ടുള്ളൂ. കുഴപ്പമില്ലാതെ പോകുന്നു. എങ്ങനെയുണ്ട് ഇപ്പം ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ, ഊർജ്ജമൊക്കെ ഇല്ലേ? ഓണമെന്നുണ്ട്, മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതെല്ലാം ആത്മാർത്ഥതയ്ക്ക് വളരെ നന്ദിയൊക്കെ. എന്താണ് BLMനെ പറ്റി പറയാനുള്ളത്? BLM എന്ന് പറഞ്ഞാൽ ഇന്ന് സഹകരണ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ്. 15 ലക്ഷത്തോളം പേർക്ക് ജോലി കൊടുത്തൊരു പ്രസ്ഥാനമാണ്. വിശ്വസിക്കാൻ കഴിയുന്ന, ഇന്ത്യയിലെ ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സൊസൈറ്റിയും കൂടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചെയർമാനെ പറ്റി ഒറ്റ വാക്ക് പറയാൻ പറഞ്ഞ എന്ത് പറയും? ചെയർമാനെ പറഞ്ഞിട്ട് ഇത്രയും ഒരു ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ്, ഇത്രയോ കാഴ്ചപ്പാടുള്ള നമ്മളെ ചുരുക്കം ആളുകളാണ് മഹാന്മാരെന്ന് അതിൽപ്പെട്ട ഒരാളായിട്ടാണ് ഞാനൊക്കെ ചെയർമാനെ കാണുന്നത്. മനുഷ്യന്മാർ ജനിച്ചാൽ ഓരോരുത്തർക്കും ഒരു കഴിവുണ്ടാവും. അതിന് ഒരു പ്രത്യേക കഴിവ് സാറിനുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണുള്ളത്. ചേച്ചിമാർ ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു?
അടിപൊളി. ഒക്കെ പോട്ടെ, വയനാടിനെ പറ്റി എന്താ പറയുള്ളത്? വയനാട് ബ്രാഞ്ചിനെ പറ്റി എന്താണ്? പവർ ഇല്ലല്ലോ. വയനാട് ബ്രാഞ്ച് പൊളിച്ച് തന്നെ നല്ല സ്വീകരണമായിരുന്നു, നല്ല മീറ്റിംഗ് കാര്യങ്ങളെല്ലാം അതിഭംഗീരായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തല്ലേ? സന്തോഷമായല്ലേ? അപ്പം ചേച്ചിമാരുടെ പേരെന്താ? അംബിക. എന്താണ് ബേലമിലേക്ക് വരാനുള്ള ഒരു പ്രചോദനമായത്? ജോലി, ഞങ്ങൾക്കൊരു ജോലി ആവശ്യമായിരുന്നു, അതുകൊണ്ട് വന്നതാണ് ജോലി. ബേലമിലേക്ക് വന്നതിന് ശേഷം കൂടുതലായിട്ട് അറിഞ്ഞപ്പം എന്താ തോന്നിയത്? ഇത് പ്രായം നോക്കാതെ ആളുകൾക്ക് ജോലി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് BLM. പ്രായം നോക്കാതെ. ചേട്ടന് എത്ര വയസ്സുണ്ട് ഇപ്പോ? എനിക്ക് ഒരു 58 വയസ്സ്. അതിൽ 65 ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. പ്രായത്തിൻ്റെ ഒരു വിഷയമല്ല. ആരോഗ്യം ഉണ്ടായാൽ മതി പണിയെടുക്കാൻ, ആളെ ചേർത്താനൊക്കെ. അതാണ് BLMൻ്റെ അതിൽ മഹത്വം. ഞാൻ അങ്ങനെ കാണണം. അതിനെക്കൊണ്ട് ഞാൻ അതിൽ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചിമാരൊക്കെ പേരെന്താ? എല്ലാവരും വയനാടുകാരല്ലേ? കോഴിക്കോട് വയനാട് വരെ വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ച് അടിപൊളിയായി. ഞങ്ങള് എല്ലാം അതിഭംഗീര്, നല്ല ഗംഭീരായി, സൂപ്പറായി, വാക്കുകളില്ല. ഇവിടെ ചെയർമാൻ ആ ഒരു ആളുള്ളതുകൊണ്ടാണ് ഇത്രയും ജനങ്ങളെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിത മാർഗം, ജോലി, പിന്നെ ഒരുപാട് ജീവിതം തന്നെ പോകുന്നു മുന്നോട്ട്. അപ്പോൾ ആ മനുഷ്യനെ പറ്റി പറഞ്ഞ വാക്കുകളില്ല. അതാണ് പറയാനുള്ളത്, വാക്കുകളേ ഇല്ല. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നു. ശശിമാരൊക്കെ എവിടുന്ന വരുന്നത്? ഏത് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്? കൽപ്പറ്റ ബ്രാഞ്ച്. എങ്ങനെയുണ്ട് കൽപ്പറ്റ ബ്രാഞ്ചിലെ പ്രവർത്തനം? നല്ല രീതിയിൽ പോകുന്നു, എല്ലാവരും നന്നായി പോകുന്നുണ്ട്. 2-3 വർഷമായിട്ട് നല്ലൊരു ബ്രാഞ്ചാണ്, നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും. ഞാൻ DLA ആണ്, എൻ്റെ പേര് ഉമ്മ. അപ്പം BLMൽ വന്നിട്ട് എങ്ങനെയുണ്ട് ലൈഫൊക്കെ? അടിപൊളിയാണ്, സുഖമായി പോകുന്നു. നമുക്ക് ആവശ്യമുള്ള ലൈഫ് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. ചെയർമാനെ പറ്റി എന്താ പറയാനുള്ളത്? ചെയർമാൻ ഞങ്ങൾ നല്ലൊരു ദൈവതുല്യനായ ഒരു വ്യക്തിയാണ്. ഇത്രയും പേർക്ക് ജോലി കൊടുക്കാനും ഇതിനൊക്കെ ആയത് ചെയർമാൻ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഒരുപാട് വീട്ടമ്മമാർക്ക് ജോലിയായി, നല്ലൊരു കുടുംബമായി, വീടായി, വാഹനമായി, അങ്ങനെ ലൈഫ് സെറ്റായിട്ടൊക്കെ എല്ലാവരും പോകുന്നു. അമ്മ എന്താ പറയല്ലേ ചെയർമാനെ പറ്റി? ചെയർമാനെ പറ്റി ഞങ്ങൾ കുറേ വീട്ടമ്മമാർക്ക് നല്ലൊരു തൊഴിലായി നേടിത്തന്നു BLM. ഹാപ്പിയാണ്? BLMൽ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. BLMൽ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഒരു ഇലക്ട്രീഷ്യനായിട്ട് ഞാനവിടെ പോയതാണ്. അന്ന് മുതൽ ഇലക്ട്രിക്കലിൻ്റെ വർക്ക് ഒഴിവാക്കി BLMനെ കൂട്ടുപിടിച്ച് ഇന്നിപ്പോൾ അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം നമുക്ക്. 10 വർഷം എന്ന് പറയുമ്പോൾ ചെറിയൊരു സംഖ്യ അല്ലല്ലോ. ഈ 10 വർഷത്തിൽ എന്ന് പറയുമ്പോൾ BLMനെ പറ്റി എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് കൂടുതലായിട്ട്? നമ്പർ 1 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് നമ്പർ 1 സ്ഥാപനം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം 500-500-ലധികം കസ്റ്റമറും മറ്റേ ഫീൽഡ് വർക്കേഴ്സും എന്നിലുണ്ട്. പക്ഷേ എൻ്റെ വൈഫും ഇപ്പോൾ ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്. ചെയർമാനെ പറ്റി എന്താണ് പറയുള്ളത്? ചെയർമാൻ എന്താ പറയുക, നമുക്ക് ഒരു അന്നദാതാവ് തന്നെയാണ്. നമുക്ക് മറ്റേ എന്താ പറയുക, കാണപ്പെട്ട ദൈവം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു അന്നദാതാവ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ചെയർമാൻ്റെ ഒരൊറ്റ എഫേർട്ട് കൊണ്ടാണ് ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെ പഠിക്കാൻ സാധിച്ചത്. ഇതാണ് എൻ്റെ വൈഫ്. വൈഫ് എൻ്റെ കൂടെ എങ്ങനെയുണ്ട് ഒരുമിച്ച് BLMൽ വർക്ക് ചെയ്തിട്ട്? നല്ല സുഖമാണ് വർക്ക് ചെയ്യാനൊക്കെ. ഇതിൽ വന്നേ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നല്ല ജീവിതത്തിൽ നല്ല സന്തോഷമുണ്ട്. ഇത്രയും ഉയർച്ചയിലെത്താൻ പറ്റിയത് വളരെയധികം സന്തോഷം. അങ്ങനെ പേരെന്താ? എൻ്റെ പേര് കുഞ്ഞിക്കേളപ്പൻ. ഓക്കെ, നാട് എവിടെയാ? നാട് വാകയാട് എന്ന് പറയും, നടുവണ്ണൂരിനടുത്ത്. നടുവണ്ണൂരിനും ബാലുശ്ശേരിക്കും ഇടയ്ക്ക്. എത്ര വർഷമായിട്ട് BLMലുണ്ട്? BLMൽ 3 വർഷം കഴിഞ്ഞു. 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് വളരെ ഗ്രേറ്റാണ്. ഇപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നത് അതൊരു ദൈവാനുഗ്രഹമാണ്. അതിന് ചെയർമാൻ സാറിനോട് അതിയായ നന്ദി പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, നായകത്വം, അതാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. BLMനെ പറ്റി എന്താണ് ഒറ്റ വാക്ക് പറയാനുള്ളത്? BLM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റ്. BLM വേറെ പകരം വയ്ക്കാനൊന്നുമില്ല എൻ്റെ അനുഭവത്തിൽ. ഞാൻ ബേസിക്കലി ഇലക്ട്രീഷ്യനാണ്. ഞാൻ ഗോളിയോറാൻസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2001 അത് വൈൻഡപ്പായി. അതിനുശേഷം ഞാൻ ഇലക്ട്രിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് ചന്ദ്രൻ ഈ ഓപ്പർച്യൂണിറ്റി എൻ്റെ മുമ്പ് കൊണ്ടുവരുന്നത്. അങ്ങനെ അത് തർക്കേടില്ലാന്ന് തോന്നിയപ്പോൾ, കാരണം ഒരുപാട് ഈ MLM വർക്കുകൾ ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണോ ഇതിലേക്ക് ഇറങ്ങി ഫീൽഡിലേക്ക്? വ്യക്തമായി പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒന്ന് നോക്കി, അപ്പോൾ തരക്കേടെല്ലാം തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇത് നോക്കല്ലോ, ജെന്യൂനിറ്റി എങ്ങനെയാണ്, ആരൊക്കെയാണിത് നിയന്ത്രിക്കുന്നത്, ആ രൂപത്തിൽ നോക്കിയപ്പോൾ തരക്കേടെല്ലാം തോന്നി. വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും ഇത് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എവിടെ എത്താം. അതാണ് എൻ്റെ അനുഭവം. ചേച്ചിയുടെ പേരെന്താണ്? ശാന്തകുമാരി. ശാന്തകുമാരി. എന്താണ് പ്രൊഫഷൻ, എന്താണ്? ബിഎൽഎമ്മിലേക്ക് എത്ര വർഷമായി വന്നിട്ട്? 1 വർഷം. ഒറ്റ വർഷമായിട്ട് ഉള്ളു. അപ്പോൾ മുന്നേ എന്തായിരുന്നു പ്രൊഫഷൻ? എന്തായിരുന്നു? ടീച്ചറായിരുന്നു. അപ്പോൾ അധ്യാപനത്തിൽ നിന്ന് നേരെ ബിഎൽഎമ്മിലേക്ക് വന്നപ്പം അധ്യാപനത്തിൽ നിന്ന് നേരെ വരുമല്ലേ ഇത്. അധ്യാപനമുണ്ട്. അധ്യാപനം ഇപ്പോൾ റിട്ടയർഡായി. വിശ്രമ ജീവിതം കഴിഞ്ഞ് പിന്നെ യാദൃച്ഛികമായിട്ടാണ് BLMനെ പരിചയപ്പെടുന്നത്. അത് 1 വർഷമായിട്ടുള്ളൂ. റിട്ടയർഡായിട്ട് 7 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പരിചയപ്പെടാൻ വൈകിപ്പോയി. പരിചയപ്പെട്ടപ്പോൾ എന്താണ് മനസ്സിലായത് BLMനെ പറ്റി? BLM ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിൽ വന്ന് പെടാൻ ഒരു ഭാഗ്യമുണ്ടായി. അതിൽ ഞാൻ സന്തുഷ്ടയാണ്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാനിത് നേരത്തെ അറിയേണ്ടതായിരുന്നു എന്നൊരു സങ്കടമേ ഉള്ളൂ. ഇപ്പോൾ സാമൂഹ്യ സേവനം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഒരുപാടധികം പ്രാധാന്യം BLM നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് ടീച്ചറിൻ്റെ ഒരു കാഴ്ചപ്പാട്? സാമൂഹ്യ സേവനത്തിൽ സാധുക്കളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക, പിന്നെ എല്ലാവർക്കും നല്ലൊരു ജീവിതം കാഴ്ചവെക്കുക, അങ്ങനെയൊക്കെയാണ് BLMൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എനിക്കും അതിനോട് താല്പര്യമായി. അങ്ങനെ ഞാൻ ഇതിലങ്ങ് തുടരുന്നു. പിന്നെ നമുക്ക് കണ്ണടയ്ക്കുന്ന വരെ ഇതിൽ പണിയെടുക്കുക എന്നുള്ളതാണ് വേറൊരു വസ്തുത. അപ്പോൾ സന്തുഷ്ടയാണ് ഞാൻ. പറയൂ, പേരെന്താണ്? അമൽരാജ്. എത്ര വർഷമായി BLMലുണ്ട്? ഞാൻ തുടക്കം മുതൽ എൻ്റെ ചേച്ചിയുണ്ട്. ചേച്ചി വന്നു ചേച്ചോ കുറച്ച് ഞാനും വന്നു. എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര മാസമായി? ഞാൻ നവംബർ 1 ബാലുശ്ശേരി. എങ്ങനെയുണ്ട് BLMൽ വന്നിട്ട്? എന്താണ് ഒരു അനുഭവം? സൂപ്പർ സൂപ്പർ. ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? കളറായില്ലേ? കളറിന് പറയാല്ല, സൂപ്പറാ. ഇത് നമ്മുടെ മാസ്റ്റർ ട്രെയിനർ ഷംസുദ്ദീൻ സാറാണ്. ആവേശജലമായ ഒരു വേദി ഇളക്കി മറിച്ചുള്ള ആങ്കറിംഗ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടാണ് സാർ വന്നിരിക്കുന്നത്. സാർ എത്ര വർഷമായി BLMൽ? ഞാൻ 2017 ജൂൺ 6-നാണ് BLMൽ വന്നത്. ജൂൺ 6 എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അതെനിക്കറിയില്ലായിരുന്നു. ഓക്കെ, 2017 ജൂൺ 6 നീലഗിരി ഡിസ്ട്രിക്റ്റിൽ പന്തല്ലൂർ ബ്രാഞ്ചിൽ ഒരു 4 ബ്രാഞ്ചിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് തുടങ്ങിയതാണ് ഞാൻ. ആക്ച്വലി ആ സമയത്തൊക്കെ എനിക്കൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു ഫിനാൻഷ്യൽ സെക്ടറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യാൻ വരുന്നത്. ബട്ട് അതിനു മുമ്പ് ഞാൻ ഇൻഷുറൻസ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 2018 കാലയളവിലുള്ള ഒരു ഫ്ലഡാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് വീടുകൾ അടിപ്പെട്ടു പോവുകയൊക്കെ ചെയ്ത സമയത്ത് BLM എന്ന ഈ സഹകരണ മേഖലയുടെ സാന്നിധ്യം എന്നെ വല്ലാതെ തിരിച്ചു ചിന്തിപ്പിച്ചു. ആ സാന്നിധ്യം എന്ന് വെച്ചാൽ അതിന് പെട്ടിരിക്കുന്ന ആളുകളെ നമുക്കൊരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കാനും, ഇതിനിവിടെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് അവരുടെ സാന്ത്വനപ്പെടുത്താനും, അവർക്ക് ഭക്ഷണം, വസ്ത്രം, വെള്ളം എല്ലാം എത്തിച്ചു കൊടുക്കാനും BLMൻ്റെ പ്രവർത്തകർക്ക് നമ്മുടെ BLMൻ്റെ ചെയർമാൻ ശ്രീ ആർ പ്രേംകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണെന്ന് തിരിച്ചറിഞ്ഞതാണ് എന്നെ ഈ BLMൽ പിടിച്ചു നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെ ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ടോട്ടൽ ബ്രാഞ്ചുകളിൽ ട്രെയിനിങ് എടുക്കാൻ പോകുന്ന ഒരാളാണ്. ദെൻ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് എൻ്റെ വാക്കുകളിലൂടെ അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് എൻ്റെ ഒരു ലൈഫിൻ്റെ പർപ്പസ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ ഒരാൾ എല്ലാവരും ഒരാൾക്ക് വേണ്ടിയും ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ശരിയായ ഉദ്ദേശ ലക്ഷ്യം BLMനുണ്ടെന്നും അതിനെ മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പ്രേംകുമാർ സാറിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ് BLMൻ്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഇന്ന് BLMലൂടെ പിന്നിട്ട് 21 വർഷം എടുത്ത് പഠിക്കുമ്പോൾ ഈ സിസ്റ്റത്തിലൂടെ ഒരുപാട് വീട്ടമ്മമാർ അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾ, അവരുടെ കുടുംബജീവിതങ്ങൾ മെച്ചപ്പെടുത്തി, വീട്ടച്ഛന്മാർ റിട്ടയർമെൻറ്റ് ശേഷം എന്ത് എന്ന ചോദ്യത്തിന് ഒരു ആൻസറായിട്ട് BLM മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞു. ശരിക്കും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഒരാൾക്ക് വേണ്ടിയും ചേർന്ന് പ്രവർത്തിക്കുക എന്ന ആപ്തവാക്യം ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന ഈ വലിയൊരു പ്രസ്ഥാനം എന്ന് എനിക്ക് പറയാനുള്ളൂ. വളരെ സന്തോഷം. സാർ, ഒരു സംശയം കൂടെ ഉണ്ട്. അതായത് സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഒരു എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? എൻ്റെ സംശയം. എൻ്റെ ഒരു എനർജി ഒരു ഗോഡ് ഗിഫ്റ്റാണ്. കാരണം ഞാൻ BLMൽ വരുന്നതിന് മുമ്പും ഹാങ്കറിങ് ചെയ്യാറുണ്ട്. ട്രെയിനിങ് മേഖലയിലുണ്ടായിരുന്നു. പല മേഖലയെക്കുറിച്ചും ഞാനിങ്ങനെ പഠിക്കുകയും അതിനെ മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം.
പിന്നെ എൻ്റെ ട്രെയിനിങ് ഇരിക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ മെച്ചപ്പെട്ട നിലവാരം പുലർത്താൻ കഴിയണമെന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ എൻ്റെ മേഖലയെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കുകളാൽ അവർ ഉത്തേജിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ വാക്കുകളാൽ അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനൊരു സ്റ്റേജ് കൈകാര്യം ചെയ്യുമ്പോൾ എനിക്കറിയില്ല, അതെൻ്റെ ദൈവത്തിൻ്റെ സമ്മാനമാണ്, എനിക്ക് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. എങ്ങനെയാണ് BLM വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? BLM വന്നതിന് ശേഷം നമ്മുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മൊമെൻ്റാണ്. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിച്ചു. അതാണ് വളരെയധികം സന്തോഷമായത്. എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എല്ലാം നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷം അതിലൊരു മാറ്റം വന്നു. അത് തന്നെയാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ചേച്ചിമാരുടെ പേരെന്താ? എൻ്റെ പേര് വിജില. ലെൻസി. ലതിക. എല്ലാവരും ഒരേ നാട്ടിൽ നിന്ന്? എവിടെ നാട്? കോഴിക്കോട്. എത്ര നാളായി BLM വന്നിട്ട്? BLM വന്നിട്ട് 8 മാസമായിട്ടേ ഉള്ളൂ. 8 മാസമായതേ ഉള്ളൂ. അപ്പോൾ 8 മാസത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? വന്നതിൽ കുറച്ചും കൂടി മുന്നേ വരാമായിരുന്നു എന്ന് തോന്നിയതാണ്. വൈകിപ്പോയെന്നല്ലേ? പോയി. വന്നിരുന്നെങ്കിൽ ഇന്ന് വലിയ ലെവലിൽ എത്താമായിരുന്നു എന്നുള്ള ചിന്തയുണ്ട്. BLM പറ്റി എന്താണ് മനസ്സിലാക്കിയത്? ഒറ്റ വാക്കിൽ എന്ത് പറയും ചോദിച്ചാൽ? എന്ത് പറയണമെന്നറിയില്ല. പറയാൻ വാക്കുകളില്ല. വാക്കുകൾക്ക് അതീതമാണ് BLM പറ്റി എന്താ? BLM പറ്റിയിട്ട് നല്ലത് തന്നെ പറയാനുള്ളൂ. ഞാൻ സ്റ്റേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് അവിടെ നല്ലത് പേര് കേൾപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത്ര തന്നെ. ചെയർമാനെ പറ്റി എന്താ പറയാനുള്ളത്? ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളെ ഈ ലോകത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിപ്പോൾ 7 വർഷമായി BLM. കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഇതിലൂടെ സാധിച്ചു. ഇപ്പോഴും ഹാപ്പിയാണ് ഫുൾ. എൻ്റെ കൂടെ കുറേ കൂട്ടുകാരുണ്ട്. ഈ BLM കിട്ടിയാണ് കുറേ ബന്ധങ്ങൾ നമുക്ക് കിട്ടി. ഫുൾ ഹാപ്പിയാണ്. എല്ലാവരും ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു. ചേച്ചിമാരൊക്കെ എവിടെ നാട്? നാട് വടകര അല്ല കോഴിക്കോട്. എങ്ങനെ BLM വന്നിട്ട് എല്ലാവർക്കും ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ചേച്ചിമാരൊക്കെ ഏത് ബ്രാഞ്ചിലെയാണ്? മാനന്തവാടി. എങ്ങനെ പോകുന്നു പ്രവർത്തനമൊക്കെ മാനന്തവാടിയിൽ? നല്ലതായി പോകുന്നു. എല്ലാവരും ഹാപ്പിയാണ്? ഹാപ്പിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോഗ്രാം അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. പ്രോഗ്രാം അടിപൊളി. ചെയർമാൻ കണ്ടതുകൊണ്ട് അതിലും വലിയ സന്തോഷം. എത്ര വർഷമായിട്ട് BLM പ്രവർത്തിക്കുന്നുണ്ട്? ഞാനിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. ചേച്ചി 10 വർഷമായിട്ട് വിളിച്ചു. 10 വർഷമില്ല, 9 വർഷം. 9 വർഷം. കുറേ ഉണ്ടല്ലോ. കുറേ എൻ്റെ കുറച്ച് ഗ്യാപ്പ്. ഒരു BLM പറ്റി പറയാൻ എന്താ ഉള്ളത്? BLM കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും അതിൽ കൂടെയുള്ള വെളിച്ചവും സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. ചെയർമാനോട് ഒത്തിരി നന്ദിയുണ്ട്, കടപ്പാടും. എന്താണ് BLM പറ്റി ഒറ്റ വാക്കിൽ പറയാനുള്ളത് ചേച്ചിക്ക്? BLM പറഞ്ഞാൽ നമ്മളൊരു ജീവിതം പോകുന്നത് അതിനകത്ത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കൈ പിടിച്ച് ഉയരണം, നമ്മൾ അതിൽ തന്നെ ഉയരണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ചേച്ചി എങ്ങനെ BLM പറ്റി പറയാം? BLM വന്നതിൻ്റെ ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ജീവിതത്തിലുണ്ടായത്. ഇനി അങ്ങോട്ടും നല്ലൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയുണ്ട് BLM വന്നിട്ട്? എത്ര വർഷമായി? BLM കഴിഞ്ഞ 6 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 6 വർഷമായിട്ട്. അപ്പോൾ എന്താണ് കാര്യമായിട്ടൊക്കെ പറയാനുണ്ടാവുമല്ലോ? തീർച്ചയായും നമുക്ക് ഇന്ന് കഴിഞ്ഞ 21 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പം അതിൻ്റെ ലാർജ് സ്കെയിലാണ് നമ്മൾ BLM സൊസൈറ്റി. അതിലുപരി തന്നെ ഏറ്റവും മികച്ച തൊഴിൽ ദാതാവ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. 10,000 കുടുംബങ്ങൾ ഇന്ന് ജീവിക്കുന്നുണ്ട് BLM സൊസൈറ്റിയിലൂടെ നല്ല രീതിയിൽ മികച്ച വരുമാനം വാങ്ങിക്കൊണ്ട് തന്നെ. അതോടൊപ്പം തന്നെ മെമ്പേഴ്സിന് ഒട്ടനവധി ആനുകൂല്യങ്ങളുള്ള പദ്ധതികളാണ് നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സക്സസ്സും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ ഇത്രയും വലിയൊരു ചെയർമാൻ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സക്സസ്സിലേക്ക് എത്താനും പറ്റുന്നത്. ചെയർമാനെ പറ്റി ഒറ്റ വാക്ക് പറയോ? എന്താണ് ചെയർമാനെ പറ്റി എന്താ പറയുക? ഇത് നമുക്ക് ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഗോഡ് എന്ന് പറയാൻ പറ്റും നമുക്ക്. അതാണ് നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്നത്. BLM പുതിയ ജനറൽ മാനേജറായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന കാർത്തിക് സാറുണ്ട്. സാർ എങ്ങനെ BLM നോക്കിക്കാണുന്നു? ആക്ച്വലി BLM ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് എനിക്ക് അറിയാവുന്നൊരു പ്രസ്ഥാനമാണ്. സോ ഇതിനെ ഞാൻ പുറത്തുനിന്ന് വീക്ഷിച്ച് കണ്ടുകൊണ്ടിരുന്നു. ഇനി അങ്ങോട്ട് ഇതിൽ കുറച്ച് എന്ത് പറയാനാണ്, നമുക്ക് പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോൾ എക്സിസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം റിസോൾവ് ചെയ്ത് നല്ല രീതിയിൽ മെമ്പേഴ്സിനെയും അതോടൊപ്പം തന്നെ കൊളീഗ്സിനെയും ഒക്കെ ഒത്തുചേർത്ത് കൊണ്ടുപോയി ഒരു കുറച്ചും കൂടെ ഒരു ഹാർഡായിട്ടുള്ള ടീം വർക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഇതുണ്ട്. സോ ഹോപ്പ് വർക്കിംഗ് ലൈക്ക് വെരി ഗുഡ് ആൻഡ് എവറിത്തിങ് വർക്ക്സ് ഔട്ട് വെൽ. ചെയർമാനെ പറ്റി എന്താണ് സംസാരിക്കുന്നത്? ഞാൻ പുള്ളിയുടെ ഒരു ഫാൻ ബോയ് ആണ്. ശരിക്കും ഞാനൊരു പഴയ ഫേമിൽ വർക്ക് ചെയ്ത സമയം തൊട്ട് എനിക്ക് സാറിനെ അറിയാം. സോ ഐ ബീൻ ജസ്റ്റ് ഫോളോയിങ് ഹിം ഫ്രം pretty distance, ലൈക്ക് ദ വേ ഹി ഡീൽസ് തിങ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇതിൽ മറ്റേ നമ്മുടെ മിനിസ്റ്റർ വീണ മാം പറയുന്നത് ഈ കപ്പൽ ആടി ഉലയില്ല എന്ന് പറയില്ല, അതേ സെയിം സംഭവമാണ്. ഇവിടെ ഒരു കപ്പിത്താനുണ്ട്, ഒരിക്കലും ആടി ഉലയില്ല. സോ പുള്ളിക്കാരൻ മുന്നിൽ നിൽക്കുന്നിടത്തോളം നമുക്ക് എന്ത് പറയാനാണ്, വേറെ ഒന്നും നോക്കാനില്ല. സോ
ആക്ച്വലി പറഞ്ഞാൽ ഈ ഫേമിൽ വന്നത് തന്നെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭയങ്കര ആഗ്രഹം കൊണ്ടാണ് വന്നത്. അത് വെറുതെ നമ്മൾ ഈ മറ്റേ സംസാരിക്കുമ്പോൾ പറയുന്നതല്ല. നോർമലി കാരണം ദ വേ ഈ ഒരു 20 വർഷം കൊണ്ട് ഈ ഒരു ഫേമിനെയും അല്ലെങ്കിൽ ഇതിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഫേമുകളെ സാർ വളർത്തിക്കൊണ്ടുവന്നതും ദ വേ ഹി ഡീൽസ് തിങ്സ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അടാ അത് പോട്ട്, അത് കുഴപ്പമില്ല, ഹി നെവർ ടേക്സ് ഇറ്റ് ഇൻ മൈൻഡ്. ആ ഒരു കൂൾ കൈൻഡ് ഓഫ് ഒരു ക്യാപ്റ്റൻ കൂൾ. എല്ലാ സംഭവത്തിനും ഒരു ഗുഡ് എലമെൻറ്റ്സ് സാറിനകത്തുണ്ട്. നമ്മൾ പുറത്ത് കാണുന്ന എല്ലാ സെലിബ്രിറ്റീസിനും ഒരു ഗുഡ് എലമെൻറ്റ്സ് ഉണ്ട്. സോ ഇറ്റ്സ് ബീൻ എ വെരി ഗുഡ് ടൈം ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് വർക്കിംഗ് വെരി ഗുഡ് ടൈം വിത്ത് സർ ആൻഡ് BLM. സോ സർവീസിങ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറിൽ BLM അത് കാര്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുന്നത്? എക്സിസ്റ്റിംഗ്ലി നമ്മുടെ ടീം നന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ലൈക്ക് ഫ്രം ബേസ് ലെവൽ ഏജൻസ് ടു എവറിബഡി ലൈക്ക് സീനിയർ ലീഡേഴ്സ് എല്ലാവരും അത് നല്ല രീതിയിലാണ്. അതിനി എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ട് എവിടെയൊക്കെയാണോ നമുക്ക് റെക്ടിഫിക്കേഷൻ വേണ്ടത്. സോ മൈ പ്രൈമറി ഫോക്കസ് വിൽ ബി ഓൺ ലൈക്ക് ഫോക്കസിങ് ഓൺ വാട്ട് എവർ ഏരിയാസ് വി നീഡ് ടു ഹാവ് ലൈക്ക് റെക്ടിഫിക്കേഷൻസ്. അത് നോക്കിയിട്ട് അതെന്താണോ റിസോൾവ് ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പർലി നമുക്കൊരു ഡയറക്ടർ ബോർഡ്സ് ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പുതിയ ഇംപ്ലിമെൻറ്റേഷൻസും പുതിയ കാര്യങ്ങളും. സോ നമുക്കൊരു എല്ലാ സെക്ടേഴ്സിലും വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫ്രം ലൈക്ക് എഡ്യൂക്കേഷൻ ടു എവറിബഡി, എവറി സെക്ടർ ടു എവറി ഫാമിലി. സോ അത് നമ്മൾ വർക്ക് ഓൺ ചെയ്യും. വിൽ ഹോപ്പ്ഫുള്ളി വർക്ക് ഇറ്റ് ഔട്ട്. കിടിലൻ സ്വാഗത പ്രസംഗമൊക്കെ അവതരിപ്പിച്ച സ്റ്റേറ്റ് ഹെഡായ പ്രദോഷ് സാറാണ് എൻ്റെ ഒപ്പം ഉള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം? വളരെ ഗംഭീരം. അതെ അതെ, പ്രതീക്ഷിച്ചതുപോലൊക്കെ എല്ലാം കളറായി. ഒന്നാമത് BLMൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളറാവുന്ന 100% ഉറപ്പാണ്. കാരണം നമുക്ക് അത്രയും മെമ്പേഴ്സ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ BLMൻ്റെ നിരവധി പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളാണ്. അതുപോലെ തന്നെ നിരവധി പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും തന്നെ എവിടെയും ഒരു പാകപ്പിഴുണ്ടാവാറില്ല. കാരണം അത്രയും മെമ്പേഴ്സ് ഉണ്ട്. കാരണം അതുമാത്രമല്ല, BLMൽ വന്നതിന് ശേഷം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തൊരു പ്രോഗ്രാം എവിടെ പറഞ്ഞാലും മാക്സിമം അത് ഭംഗിയാക്കാൻ എല്ലാവരും എത്തിച്ചേരും. ഓക്കെ സാർ, എത്ര വർഷമായിട്ട് BLMലുണ്ട്? ഞാനിപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് BLMലുണ്ട്. മാർക്കറ്റിംഗ് ഫീൽഡിൽ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് വന്ന് ഇപ്പോൾ ഏകദേശം ഒരു 13 ബ്രാഞ്ചിൻ്റെ ഇൻചാർജോട് കൂടെ സ്റ്റേറ്റ് ഹെഡ് എന്ന പദവിയിലുള്ളത്. 10 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഖ്യയല്ലല്ലോ. അപ്പോൾ കുറേ അനുഭവങ്ങളും കഥകളൊക്കെ ഉണ്ടായിരിക്കില്ലേ? എന്താണ് BLMനെ പറ്റി ഒറ്റ വാക്കി പറയാനുള്ളത്? മറ്റൊന്നല്ല, ഇത്രയും മഹത്തായൊരു പ്രസ്ഥാനം വേറില്ല. ആ പ്രസ്ഥാനത്തിനേക്കാൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ യൗവനം ഏകദേശം 30 വർഷക്കാലത്തോളം ത്യജിച്ചിട്ടുണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനമാണ്. അത് മറ്റാരല്ല, നമ്മുടെ ചെയർമാൻ ആർ പ്രേംകുമാർ സാറാണ്. ഇന്ന് സമൂഹത്തിൽ ആൾക്കാർ ത്യാഗം ചെയ്യാൻ പഠിക്കുന്ന സമയത്താണ് ഒരു 30 വർഷത്തെ യൗവനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിനും ആ പ്രസ്ഥാനത്തിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ജീവിതവും കൊടുക്കാനുള്ള ഒരു സമയം അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ മോട്ടോ. സർ, ഓരോ മെമ്പേഴ്സ് മീറ്റിലും ആയിരക്കണക്കിന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജനങ്ങളാണ് പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഒരു സ്വീകാര്യത, ജനപങ്കാളിത്തം കിട്ടുന്നതിന് പിന്നിലുള്ള ഒരു വിജയ മന്ത്രം എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് BLM എന്ന് പറയുന്ന 3 അക്ഷരമാണ്. ജനങ്ങൾ നമ്മളെ ഒരു മെമ്പർ മാത്രമല്ല, ഒരു കുടുംബമായിട്ട് BLM ഒരു മഹാകുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ഒരു ഒത്തുകൂടലിന് വരുമ്പോൾ ചേരുന്നതാണ്. കുടുംബം ചേരുന്നതിലെ ഇൻപം, അതാണ് BLM മഹാകുടുംബം. അതിൻ്റെ താരകമന്ത്രം അതാണ്. നമ്മളും വളരെ അവരെയും വളർത്തുക, അത്രയും അതാണ് ഇതിൻ്റെ ശീലം. 5 വർഷത്തിനപ്പുറം BLM ഏത് നിലയിൽ കാണാനാണ് സാർ ആഗ്രഹിക്കുന്നത്? ഇന്ത്യ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമായിട്ട് അത് മാറും. അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെ കുടുംബവും വലിയൊരു ഉയർച്ചയ്ക്ക് വരുന്നുള്ളത് ഒരു സംശയമില്ല. തീർച്ചയായിട്ടും. താങ്ക് യു. വി റൈസ് ബൈ ലിഫ്റ്റിംഗ് അതേഴ്സ് എന്ന ആപ്തവാക്യത്തിലൂന്നി ഫൗണ്ടർ ആർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ BLM 21 വർഷങ്ങൾ 21 നാഴികക്കല്ലുകൾ പിന്നിടുമ്പോൾ വയനാടിൻ്റെ മണ്ണിന് 100 മേനി വിളവാണ് BLM സമ്മാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായി BLM വളരണമെന്നുള്ളതാണ് ഫൗണ്ടർ ആർ പ്രേംകുമാർ പറയുന്നത്. ഇനിയും ജൈത്രയാത്ര തുടരാൻ BLMന്റെ നായകനായ ആർ പ്രേംകുമാറിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ മാനു കോട്ടക്കലിനൊപ്പം സൗമ്യ മാത്യു, M4 ന്യൂസ്, വയനാട്.